എപ്പോഴും വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇപ്പോഴും അദ്ദേഹം വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിനെതിരെ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് വർഗീയതയുടെ കാര്യത്തിൽ വെള്ളാപ്പള്ളിയോട് വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും തന്നെ ഇഷ്ടമല്ല, പിന്നെ എങ്ങനെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകാനാണ് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വി.ഡി. സതീശൻ പറഞ്ഞത് ശരിയല്ലേ? കാരണം അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടാകാം. തെരഞ്ഞെടുപ്പിൽ വിജയം എന്നതിനേക്കാൾ ഉപരി വർഗീയത ഇല്ലാത്ത ഒരു നമ്മുടെ സംസ്ഥാനത്ത് വർഗീയതയോ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലായി അടുത്ത കാലങ്ങളിലായി കാണുന്ന ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൽ തെറ്റു പറയാൻ സാധിക്കില്ലല്ലോ. ഇപ്പോൾ വി.ഡി. സതീശൻ പറയുന്നത് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി പറയുന്ന വർഗീയതയ്ക്കെതിരെ മാത്രമല്ല, അദ്ദേഹം ന്യൂനപക്ഷ വർഗീയതയും അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇപ്പോ CPM-ന്റെ നയം, ഇടതുപക്ഷത്തിന്റെ നയം എന്ന് പറയുന്നത് വർഗീയതയ്ക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. അത് നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി കാണുന്നുണ്ട്. ഈ പൊതുജനവും അതുപോലെ തന്നെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒരുപാട് പേർ എന്തുകൊണ്ട് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ തുണയ്ക്കുന്നു, വെള്ളാപ്പള്ളിക്ക് കൂട്ടുപിടിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് പോലും അതിനെല്ലാം ഉത്തരമില്ലാതെ തിരസ്കരിക്കുന്ന ഒരു നടപടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന്റെ എല്ലാം ഉത്തരം എന്ന് പറയുന്നത് വോട്ട് രാഷ്ട്രീയം തന്നെയാണ്. വോട്ട് ലഭിക്കുക, ഇപ്പോൾ SNDP-യുടെ വോട്ട് പിടിക്കുക, അതുപോലെ തന്നെ സുകുമാരൻ നായർ കൂട്ടുപിടിക്കുന്നതോടുകൂടി NSSന്റെ വോട്ട് പിടിക്കുക, ഇതുപോലുള്ള ഈ ന്യൂനപക്ഷ വർഗീയത, ഇപ്പൊ ഇവരുടെയൊക്കെ വോട്ട് ചോദിച്ച് ചെല്ലുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവർ പറയുന്ന വർഗീയതയ്ക്ക് കൂട്ടുപിടിക്കുന്നതും ആ വർഗീയതയുടെ പേരിൽ വോട്ട് പിടിക്കുന്നതും തെറ്റാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോ വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകനെ ജിഹാദി എന്ന് വിളിക്കുന്നു, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു. അദ്ദേഹം കാണിക്കുന്ന ഒരു ജസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം അത്രയും ധാർഷ്ട്യം നിറഞ്ഞ ഒരാളാണ്. അതുകൊണ്ടാകാം ചിലപ്പോൾ ഈ പിണറായി വിജയനുമായിട്ടുള്ള അടുത്ത സൗഹൃദ ബന്ധം സൂക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോ ഈ പിണറായി വിജയൻ വെള്ളാപ്പള്ളിക്കൊപ്പം നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളി പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകളും പിണറായി കൂട്ടു നിൽക്കുന്നുണ്ട്, മൗനാനുവാദം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞില്ല എങ്കിൽ പോലും മാധ്യമങ്ങളടക്കം പറയുന്നുണ്ടല്ലോ, പിണറായിയുടെ നാവാണ് വെള്ളാപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ പോലും അതിനെ എതിർക്കുക എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിനില്ല. പക്ഷെ വി.ഡി. സതീശന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ UDF-ന് വോട്ട് വേണ്ടേ? UDF-ന് വോട്ട് വേണം. ഈ പറയുന്ന SNDP NSS വകയിൽ വരുന്ന വോട്ടുകൾ ഉറപ്പായി UDF-ന് വേണം. പക്ഷെ വർഗീയതയുടെ കൂട്ടുപിടിച്ച് നമുക്ക് ആ വോട്ടുകൾ വേണ്ട എന്നുള്ള നിലപാട്, അതാണ് വി.ഡി. സതീശൻ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരിക്കലും ഈ പറയുന്ന പോലെ BJP ആഗ്രഹിക്കുന്ന പോലെ ഭൂരിപക്ഷ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് വേണ്ട, ഈ CPM പറയുന്ന പോലെ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് വേണ്ട, ഈ പറഞ്ഞ തെറ്റായ വഴികളിലൂടെ ഒന്നും വേണ്ട. എനിക്ക് എന്റെ നയം പറയാം, എന്റെ പാർട്ടിയുടെ നയം പറയാം, എന്റെ നിലപാട് അറിയിക്കാം, അതിലൂടെ കിട്ടുന്ന വോട്ടുകൾ മതി എന്ന് അദ്ദേഹം നേരിട്ടോ അല്ലാതെയോ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴായി അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്, നാളെ ചിലപ്പോൾ നമ്മൾ ഈ ലോകത്തുണ്ടാവണമെന്നില്ല, സ്വാഭാവികമാണ്, മനുഷ്യരാണ്. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയക്കാരിൽ ചുരുക്കം മാത്രം കേൾക്കുന്ന ഒരു വാക്കുകളാണ് ഇതൊക്കെ തന്നെയും. അദ്ദേഹം പറയുന്നുണ്ട്, പിണറായി വിജയനോ അല്ലെങ്കിൽ വി.ഡി. സതീശനോ ഒക്കെ നാളെ ചിലപ്പോൾ ഓർമ്മയായേക്കാം, ഒരുപക്ഷെ ഓർമ്മയിൽ പോലും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ അപ്പോഴും കേരളത്തിൽ ഇന്ന് വരെ കണ്ടിരുന്ന ഒരു സൗഹാർദ്ദത്തോടു കൂടിയുള്ള ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ന് നമ്മൾ അതിന് മുൻതൂക്കം നൽകണം എന്നുള്ളതാണ്. ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് വർഗീയതയാണ്. മതവും ജാതിയും പറഞ്ഞുകൊണ്ട് വോട്ട് എങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ മേഘ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വോട്ടുകളും അല്ലെങ്കിൽ ഭൂരിപക്ഷ വോട്ടുകളൊക്കെ തന്നെയും പിടിച്ചുകൊണ്ട് മതം പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് കയറാം. അധികാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചില മതങ്ങളോട് മാത്രം അല്ലെങ്കിൽ ചില ജാതികളോട് മാത്രം പ്രത്യേക ഒരു സ്നേഹം കാണിക്കുക, മറ്റുള്ളവരെ കണ്ടില്ലെന്ന് നടിക്കുക, അതുപോലെ മറ്റു മതങ്ങളെ പുച്ഛിച്ചു തള്ളുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി ഇപ്പോഴത്തെ സ്ഥിര കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് നമുക്കറിയാം, എപ്പോഴും മുസ്ലിം മതവിഭാഗത്തെ കടന്നാക്രമിക്കുന്ന ഒരു വ്യക്തി, മലപ്പുറം മേഖലകളെയൊക്കെ വളരെ മോശമായി. അതുപോലെ തന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പല CPM നേതാക്കളും രംഗത്ത് വരുന്നു. അവർ പറയുന്നത് വെള്ളാപ്പള്ളി ഒരിക്കലും മുസ്ലിം സമുദായക്കാരെയല്ല, മറിച്ച് മുസ്ലിം ലീഗിനെയാണ് വിമർശിക്കുന്നത് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് വിമർശിക്കുന്നത്, അല്ലാതെ മുസ്ലിം മതവിഭാഗത്തെ അല്ല. കേൾക്കുന്നവരാരും മണ്ടന്മാരല്ല, കൃത്യമായി നമുക്കറിയാം അദ്ദേഹം എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത്. അതിനെ ന്യായീകരിക്കാൻ ഈ പറഞ്ഞ CPM വരുമ്പോഴാണ് അവിടെ CPM വർഗീയതയ്ക്ക് കുടപിടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്. അതെ, പക്ഷേ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുള്ള ഒരാളാണ് CPIയുടെ മുതിർന്ന നേതാവായ ബിനോയ് വിശ്വം എന്ന് പറയുന്നത്. അദ്ദേഹം വെള്ളാപ്പള്ളിക്കെതിരെ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വർഗീയതയാണെന്നും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെന്നൊക്കെ ബിനോയ് വിശ്വം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും CPM-ന്റെ ഭാഗത്ത് നിന്ന് CPI, ഇപ്പോൾ CPI എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഘടകകക്ഷിയാണ്. അപ്പോൾ പോലും CPM ബിനോയ് വിശ്വത്തെ തുണച്ചിട്ടില്ല. അപ്പോഴും അവർ കൂട്ടുപിടിച്ചത് വെള്ളാപ്പള്ളിയാണ്. ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ്, പല വിവാദങ്ങൾ ഉണ്ടാകുന്നു. SNDP-യിൽ
പ്രവർത്തിച്ചിട്ടുള്ള പഴയ നേതാക്കളൊക്കെ പറയുന്നത് വെള്ളാപ്പള്ളി പറയുന്ന ആൾക്കല്ല SNDP-യിലുള്ള വ്യക്തികൾ വോട്ട് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ പോലും ഈ പറഞ്ഞ പൂർണ്ണമായ ഒരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടില്ല എന്ന് മനസ്സിലായിട്ട് പോലും അദ്ദേഹം ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ മറ്റ് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. അതെ, ഈ പറയുന്ന കോൺഗ്രസ്സുകാർ സൂചിപ്പിക്കുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശൻ അച്ഛൻ സംസ്ഥാന സർക്കാരിലും മകൻ കേന്ദ്ര സർക്കാരിനെയും ചുക്കാൻ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ BJP-യുടെ അനുകൂലമായ ആശയങ്ങളെ CPM-ഉം കൂട്ടുപിടിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന പല കോൺഗ്രസ് വക്താക്കളും മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരുന്നു പറയുന്നത് പോലെ CJP എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. ഇപ്പൊ വെള്ളാപ്പള്ളിയെ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുൻപ് BJP-യുടെ പ്രകാശ് ജാവ്ദേക്കർ വന്ന് സന്ദർശിച്ചിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹം BJP-യിലേക്ക് ഇനി പിണറായി വേണ്ട, ഇനി BJP മതി എന്ന് പറഞ്ഞ് പോകുമോ എന്ന് ഒരു ഘട്ടത്തിൽ ചിന്തിച്ചെങ്കിൽ പോലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. BJP-യിൽ നിന്നാലും CPM-ൽ നിന്നാലും അത് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് ആ സ്പേസ് മതി. ഇപ്പോ BJP-ക്കൊപ്പം നിന്നുകൊണ്ട് പറയുന്ന ന്യൂനപക്ഷ വർഗീയത അദ്ദേഹം CPM-ന്റെ ഒപ്പം നിന്ന് പറഞ്ഞാലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന റിസൾട്ട് സെയിം ആണ്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന CJP കൂട്ടുകെട്ടിനെ സംശയിക്കേണ്ടി വരുന്നത്. അപ്പോൾ പോലും ആ ഘട്ടത്തിൽ പോലും പിണറായി വിജയൻ ഇദ്ദേഹത്തിനെ തള്ളിയിട്ടില്ല എന്നുള്ളത് ഇതിന്റെ എല്ലാം സൂചനയാണ്. ഇപ്പൊ BJP ഉദ്ദേശിക്കുന്ന, BJP-ക്കൊപ്പം നിന്നുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് മലപ്പുറം ഒരു വർഗീയ സ്ഥലമാണ്, മലപ്പുറം ഒരു ജിഹാദി മേഖലയാണ്, മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് കേട്ടിട്ടും കേൾക്കാതെ നിൽക്കുന്ന ഒരു രീതി, അത് വർഗീയതയ്ക്കെതിരെ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന് എങ്ങനെ അവർക്ക് ഇപ്പോഴും പറയാൻ കഴിയുമെന്നാണ് മനസ്സിലാകാത്തത്. അതെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ മേഘ പറഞ്ഞതുപോലെ ബിനോയ് വിശ്വം ഇതിന് എല്ലാത്തിനും കൃത്യമായ എതിർപ്പുകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ CPM അതിന് കാര്യമായ ഗൗരവം നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പറഞ്ഞൊരു കാര്യമുണ്ട്, അധികാരത്തിൽ CPI-യുടെ മുഖ്യമന്ത്രി തന്നെ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഇന്നോ നാളെയോ എന്നല്ല, പക്ഷെ വരും, തീർച്ചയാണ് അത്. കാരണം LDF എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ ഇന്നത്തെ അവസ്ഥയിൽ CPM-നേക്കാൾ കൂടുതൽ ജനങ്ങൾ വിശ്വാസയോഗ്യമായി കാണുന്നത് CPI ആണ്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ആശയങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരേ ഒരു പാർട്ടിയായി, LDF-നകത്തുള്ള ഒരു പാർട്ടിയായി CPI മാറിയിട്ടുണ്ടെങ്കിൽ അത് CPM-ന്റെ പതനത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ദിവസങ്ങളായി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറയുന്നത് പോലെ CPM-ന് ശേഷമുള്ള അടുത്ത ഏറ്റവും വലിയ ഘടകകക്ഷി CPI ആണെന്ന് പറയുന്നിടത്ത് നിന്നും തിരിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ CPM നേതാക്കൾ പാർട്ടിയെ കൊണ്ടെത്തിക്കുമെന്നുള്ള ഒരു നിലയിലാണ് ഇപ്പോഴത്തെ വെള്ളാപ്പള്ളി നടേശൻ അല്ലെങ്കിൽ സുകുമാരൻ നായർ കൂട്ടുകെട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന BJP-യുമായുള്ള ഒരു അവിശുദ്ധ ബന്ധം അല്ലെങ്കിൽ അന്തർധാര എന്ന് നമ്മൾ പറയുന്നത് പോലെ അവിടെയും ഈ പറയുന്ന CPM-ന്റെ നേട്ടം വോട്ട് മാത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് വിജയം ഉറപ്പാക്കുക എന്നുള്ളത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിലനിൽപ്പ് വേണമെങ്കിൽ വോട്ട് വേണം, പക്ഷെ അപ്പോഴും അവരുടെ ആശയങ്ങൾ എന്താണോ അതിനെ മാത്രമാണ് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറുള്ളൂ. അതിനപ്പുറത്തേക്ക് വളഞ്ഞ വഴിയിലൂടെ വോട്ട് പിടിക്കാം എന്നുള്ളൊരു തന്ത്രം അവർക്ക് വേണമെങ്കിൽ പയറ്റി നോക്കാം, പക്ഷെ അതിന് താല്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതെ, ഇപ്പൊ UDF-ന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ 2026-ൽ ഭരണം പിടിക്കുക എന്നുള്ളത് ഒരു വലിയ ലക്ഷ്യമാണ്. അല്ലാത്ത പക്ഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ, LDF ആണ് വീണ്ടും മൂന്നാമത് സർക്കാർ രൂപീകരിക്കുകയും കേരളം ഭരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ കേരളത്തിന്റെ ഗതി എവിടെയാണ് എത്തി നിൽക്കുക നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ ആരോഗ്യ വകുപ്പൊക്കെ, ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഒരു 10 വർഷം പിന്നോട്ട് പോയി നിൽക്കുകയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏതൊരു സ്ഥലത്തും ഏതൊരു രാജ്യത്തായിക്കോട്ടെ, ഒരു സംസ്ഥാനത്തായിക്കോട്ടെ, ഭരണം മാറി മാറി വരിക തന്നെ ചെയ്യണം. അപ്പോൾ LDF-ന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 2 തവണ തുടർച്ചയായി ഭരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു അമിത ആത്മവിശ്വാസമുണ്ട്. നമ്മളെ ആർക്കും തൊടാൻ കഴിയില്ല, നമ്മൾ എന്ത് ചെയ്താലും ആരും പിടിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം. അങ്ങനെയാണ് കേരളം ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി UDF തിരികെ വരണമെന്ന് പൊതുജനവും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ചില CPM-കാർ പോലും ആഗ്രഹിക്കുന്നതിന്റെ മറ്റൊരു പക്ഷവും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തും വോട്ട്, ഇപ്പോൾ എന്ത് ചെയ്തുമെന്ന് പറയുമ്പോൾ വളഞ്ഞ വഴി വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പറയുന്നുണ്ട്. അപ്പോൾ ശരിയായ വഴിയിലൂടെ എങ്ങനെയെങ്കിലും തിരിച്ച് ഭരണത്തിൽ കയറുക എന്ന ഉദ്ദേശത്തോടുകൂടി കൃത്യമായുള്ള പ്ലാനിങ്ങോടുകൂടി ഇലക്ഷനെ അഭിമുഖീകരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ CPM-ഉം ഈ പറഞ്ഞ പോലെ നാണംകെട്ട തോൽവിയിലേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെയോ തത്രപ്പാടുകൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ച് എങ്ങനെയും 10 വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ.